Okay, please tell me what we learned yesterday. എന്താ ഇന്നലെ പഠിച്ചതെന്ന് പറഞ്ഞത് ആരാ പറഞ്ഞത് അവസാനം കൈ പൊക്കിയാ മതി. Before, after, between. ബിഫോർ ആഫ്റ്റർ ബിറ്റ്വീൻ പഠിച്ചു. Then പിന്നെന്താ പഠിച്ചത്? Very good. Greater than, smaller than. Next. Understood the concept? എന്താന്ന് മനസ്സിലായോ? ഗ്രേറ്റർ ദാൻ, സ്മോളർ ദാൻ എന്താന്ന് മനസ്സിലായോ? ഇതാണ് മാക്സിമം. Okay, yesterday we learned greater than and smaller than. So, numbers എങ്ങനെ നമ്മൾ greater than, smaller than ഉള്ളത് പറഞ്ഞു പഠിച്ചു അല്ലെ ഇന്നലെ? പഠിച്ചിട്ടില്ലേ? ഇന്ന് അതിന്റെ സിമ്പൽ കാണിച്ചു തരട്ടെ. എങ്ങനെയാണ് ഗ്രേറ്റർ ദാൻ എഴുതുക, എങ്ങനെയാണ് സ്മോളർ ദാൻ ഉള്ള സിമ്പൽ എന്ന് കാണിച്ചു തരട്ടെ. നോക്കിക്കോ, മിസ് ഇവിടെ സ്ക്രീൻ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ആരും ബോർഡിൽ എഴുതല്ലേ, ഇത് മിസ്സിന്റെ സ്വന്തം ബോർഡാണ്. നിങ്ങൾ എല്ലാവരും നോട്ട്ബുക്കിൽ എഴുതണം, മിസ് സ്ക്രീനിൽ എഴുതും. ഓക്കെ, അതാ ആരോ വരച്ചിരുന്നുണ്ട്. ഈവ്ലിൻ വരച്ചിരുന്നുണ്ട്. മുഹമ്മദ് റൈഹാനാന്നാ ആരും വരച്ചിടണ്ടടാ, വരച്ചിടല്ലേ. സ്ക്രീൻ ആരും തൊടണ്ട, ഞാൻ സിമ്പിൾസ് ഒന്ന് കാണിച്ചു തരട്ടെ എല്ലാവർക്കും. ഓക്കെ, കാശിക സ്ക്രീൻ തൊടല്ലേ മോളെ, കേട്ടാ. ഇതാ ആരൊക്കെയോ കളിക്കുന്നുണ്ട് ഇവിടെ. ഓക്കെ, ഞാൻ സിമ്പിൾ ഇവിടെ കാണിച്ചു തരാം. സ്ക്രീൻ ആരും ടച്ച് ചെയ്യണ്ട, ജസ്റ്റ് ഓക്കെ. നമ്മുടെ ടെക്സ്റ്റ് ഓപ്പൺ ചെയ്താല് നമ്മൾ ഇതുപോലെ കുറച്ച് സിമ്പിൾസ് കാണും, റൈറ്റ്? എടാ സ്ക്രീൻ ടച്ച് ചെയ്യല്ലേ മക്കളെ, ആരും സ്ക്രീൻ ടച്ച് ചെയ്യില്ല. നമുക്ക് പഠിക്കണ്ടേ? മിസ്സിന് ഒരു ബോർഡ് യൂസ് ചെയ്യാതെ ഇന്ന് നിങ്ങൾക്ക് സിമ്പിൾ കാണിച്ചു തരാൻ പറ്റൂല. ഓക്കെ, മക്കൾ ആരും ടച്ച് ചെയ്യല്ലേ, ടച്ച് ചെയ്യാൻ പാടില്ല. എന്താടാ ഓക്കെ, ഇതാ ഞാൻ വരച്ച് കാണിച്ചു തരാം. ബോർഡ് ഷെയർ ചെയ്താൽ ആരും സ്ക്രീനിൽ ടച്ച് ചെയ്യല്ല കേട്ടോ. മിസ് പേര് വിളിക്കുന്ന മക്കൾ മാത്രം മിസ്സിനോട് സംസാരിച്ചാൽ മതിയേ. ഓക്കെ ഓക്കെ ഓക്കെ, ഇപ്പൊ ആരും അൺമ്യൂട്ട് ചെയ്യണ്ട, മിസ് വിളിക്കൂ കേട്ടോ. ആരായി തങ്കച്ചൻ? മ്യൂട്ട് ചെയ്യണേ, ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഇതാ നോക്കിക്കോ, മിസ്സോടെ ബോർഡിൽ വരക്കുന്നുണ്ട്, എല്ലാരും ഒന്ന് ശ്രദ്ധിക്കണേ. ഇങ്ങനെ ഒരു സിമ്പിൾ എല്ലാരും ടെക്സ്റ്റ് ബുക്കിൽ കാണുന്നുണ്ടോ? ഗ്രേറ്റർ ദാൻ, സ്മോളർ ദാൻ എന്നുള്ള പേജ് എടുക്കുക ടെക്സ്റ്റ് ബുക്കില്. ഇങ്ങനെ ഒരു സിമ്പിൾ കാണുന്നുണ്ടോന്ന് പറ എല്ലാരും. ഇങ്ങനെ ഒരു സിമ്പിൾ കാണുന്നുണ്ടോന്ന്.
ഉണ്ട്. ഉണ്ട്. ഏഞ്ചൽ ലിജോ ആണോ ഇത്? എസ്റ്റർ മരിയ എന്ന് പറ. എസ്തർ മരിയ. ഓക്കെ, എടാ ഇങ്ങനെ ഒരു സിമ്പിൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്നില്ലേ? മിസ് ഇപ്പൊ വരച്ചത് പോലെയുള്ളത്. ആ ഏതെങ്കിലും ഓക്കെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു സിമ്പിൾ ഉണ്ട്, റൈറ്റ്? ഈ വലിയ ഭാഗം കാണുന്നുണ്ടോ? ഇവിടെ ഒരു ഓപ്പൺ ചെയ്തിട്ട് വായ തുറന്നു നിൽക്കുന്ന ഒരു ഭാഗം കണ്ടോ എല്ലാവരും? ഈ പോർഷന് നമ്മൾ പറയുന്ന നെയിം ആണ് എന്ത്? ഗ്രേറ്റർ ദാൻ. ഓക്കെ, ഈ ഒരു പോർഷൻ, അതായത് മൗത്ത് ഓപ്പൺ ചെയ്ത് നിൽക്കുന്ന ഈ ഒരു പോർഷന് പറയുന്ന പേരാണ് ഗ്രേറ്റർ ദാൻ. ഫോർ എക്സാമ്പിൾ, നമ്മള് ഈ ഭാഗത്ത് 10, നമ്പർ 10 നമ്മൾ കൊടുത്തു. മക്കളെ ഇതാ ബോർഡിൽ ആരാ തൊട്ടിട്ടുള്ളത്? ഇപ്പോ നമ്പർ 10 കൊടുത്തിട്ടുണ്ട്. Then here I am going to write the number 7. ഈ ഓപ്പൺ ചെയ്ത ഭാഗത്ത് നമ്പർ 10 ഉണ്ട്. Then here we have ഈ ക്ലോസ്ഡ് ആയിട്ട് ഉള്ള പ്ലേസിൽ 7 ഉണ്ട്. So we can say 10 greater than 7. 10 7-നെക്കാളും വലിയതാണ്. എങ്ങനെയാ അത് പറയാ? ഈ സിമ്പൽ കൊടുത്തിട്ട് ഇതിന്റെ വായ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ള ഭാഗത്ത് അശ്വതി സ്ക്രീൻ പ്ലീസ് സ്ക്രീൻ ടച്ച് ചെയ്യല്ലേ. എല്ലാരും ഇങ്ങനെ സ്ക്രീൻ ടച്ച് ചെയ്താൽ ഞാൻ ഇതിപ്പോ ഓഫ് ആക്കിയിട്ട് പോകട്ടാ. നമുക്ക് പഠിക്കണ്ടേ? ഓക്കെ, ഇതാ പിന്നീട് ഏഞ്ചൽ ലിജോ, ഏഞ്ചൽ അവന് ഈ സ്ക്രീൻ ടച്ച് ചെയ്യല്ലേ. അവന് സ്ക്രീൻ ടച്ച് ചെയ്യണ്ട കേട്ടാ. ഓക്കെ, then here the number 10 and here the number 7. ഈ മൗത്ത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടില്ല ഈ ഭാഗത്തിന് നമ്മൾ ഗ്രേറ്റർ ദാൻ എന്ന് പറയും. ഓക്കെ, ഈ ഭാഗത്തിന് ഗ്രേറ്റർ ദാൻ എന്ന് പറയും. ഈ ക്ലോസ് ഏരിയനാണ് നമ്മൾ ക്ലോസ് ദാൻ പറയുന്നത്. മക്കളെ സ്ക്രീനിൽ ടച്ച് ചെയ്യല്ലേ. ഗ്രേറ്റർ ദാൻ 7. 10 7-നേക്കാളും വലിയ നമ്പർ അല്ലേ അഗ്നി? അല്ലേ? ആണോ അല്ലയോ? നമ്പർ അതെ, 10 ആണ് വലിയ നമ്പർ. നെക്സ്റ്റ് നമ്പർ ഇത് ആരോ ആദ്യത്തെ സ്ക്രീനിൽ ടച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്പർ പറഞ്ഞുതരാം. 7. അവിടെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. ഇവിടെ ഞാനൊരു നമ്പർ 11 എഴുതുന്നു. സോ ആരാ പറയാ? 7 ആണോ വലിയത്, 11 ആണോ വലിയത്? ആരാ പറഞ്ഞുതരാ? മുഹമ്മദ് പറഞ്ഞത്. മുഹമ്മദ് where is മുഹമ്മദ്? മുഹമ്മദ് ഇല്ലേ? മുഹമ്മദിനെ കണ്ടിട്ടല്ല ഞാന്. മുഹമ്മദ് റൈഹാൻ പറഞ്ഞല്ലേ. ഏതാ വലിയത്? 7 ആണോ 11 ആണോ വലിയത്? 11 ആണ് വലിയത്. സോ നമുക്ക് എന്ത് പറയണം? 7 ഈസ് സ്മോളർ ദാൻ 11. അങ്ങനെ പറയേണ്ടത് ഇപ്പൊ. അപ്പൊ ഈ സിമ്പിൾ നേരെ നമ്മൾ തിരിച്ചിടും. നോക്കിക്കോ, പിക്ചറൊക്കെ വരച്ചു വെക്കുന്നത്. ഇങ്ങനെ എഴുതുന്നത് അത്ര ക്ലിയർ ഉണ്ടാവില്ല. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിട്ട് നമുക്ക് എല്ലാരും ടെക്സ്റ്റ് ബുക്കിൽ നോക്കണേ. 7 is lesser than 11. ഈ സ്മോൾ പാർട്ടില്ലേ, ഈ ക്ലോസ്ഡ് പാർട്ടില്ലേ, അത് ഏത് ഭാഗത്തേക്കാണ് വരുന്നത്? ആ നമ്പർ ചെറുതായിരിക്കും.
റെയ്ഹാൻ ഇങ്ങോട്ട് നോക്കിയേ, റെയ്ഹാൻ ഇങ്ങോട്ട് നോക്കിയേ. ക്ലോസ്ഡ് ആയിട്ടുള്ള പാർട്ട് എങ്ങോട്ട് വരുന്നു ആ നമ്പർ ചെറുതായിരിക്കും. It will be small number. Okay. 10, 11. ഈ മൗത്ത് ഓപ്പൺ ചെയ്ത പോർഷൻ കണ്ടോ? ഓപ്പൺ പോർഷൻ കണ്ടോ? റെയ്ഹാനോട് ശ്രദ്ധിക്കുന്നുണ്ടോ? ഓപ്പൺ ചെയ്ത പോർഷൻ കാണുന്നുണ്ടോ? ഈ ഓപ്പൺ ചെയ്ത പോർഷൻ എങ്ങോട്ടാണ് തിരിഞ്ഞു നിൽക്കുന്നത്? ആ സൈഡിലുള്ള നമ്പേഴ്സ് എല്ലാം ബിഗ് നമ്പേഴ്സ് ആയിരിക്കും. ഓക്കെ, ഒന്നും കൂടി പറഞ്ഞുതരാം. ഈ സിമ്പിള് ഇതാണ് ഗ്രേറ്റർ ദാൻ സിമ്പിൾ ആൻഡ് ദിസ് ഈസ് സ്മോളർ ദാൻ. ഓക്കെ, not talking, sir. ആക്കാൻ പറ്റിയിട്ടില്ല. ഒരു മിനിറ്റ്, പറയുന്നത് ക്ലിയർ ആവുന്നില്ലേ? പറയുന്നത് ക്ലിയർ ആവുന്നില്ല. ഇപ്പൊ ഇനി ഈ പാരന്റ് പ്ലീസ് ക്ലിയർ ആവുന്നുണ്ട്. ഓക്കെ ആണല്ലോ അല്ലെ? ഓക്കെ ആണ്. എല്ലാരും മ്യൂട്ട് ചെയ്യണേ. മ്യൂട്ട് മാത്രം അൺമ്യൂട്ട് ചെയ്ത് തന്നാ മതി. ഓപ്പൺ ചെയ്ത് വെച്ചാൽ ഡിസ്റ്റർബൻസ് ആവും. സോ ഞാൻ ഒന്നും കൂടി ബോർഡിലേക്ക് പോവാന്ന്. മക്കൾ ആരും ബോർഡ് ടച്ച് ചെയ്യല്ലേ, ഒന്നും കൂടി പറഞ്ഞു തരാം. ഓക്കെ, നിങ്ങൾക്ക് ഇതിന്റെ വർക്ക് ചെയ്യാനുള്ളതാണ്. ഫസ്റ്റ് സിമ്പിൾ ഇതാ ഇവിടെ വരച്ചു വെച്ചു. our second symbol. Then this is our third symbol. Okay, first one greater than and second one lesser than, smaller than, and the third one is equal to. Equal to എല്ലാവർക്കും അറിയില്ലേ? ലാസ്റ്റ് പിക്ചർ എല്ലാവർക്കും അറിയില്ലേ? ഈക്വൽ ടു. ലാസ്റ്റ് വർക്ക് നമ്മൾ ചെയ്തത് ദിസ് നമ്പർ ഇസ് ഈക്വൽ ടു ദിസ് നമ്പർ ചെയ്തിട്ടില്ലേ? ചെയ്തിട്ടുണ്ട്. സോ ഇത് നമുക്ക് പഠിക്കുന്ന രണ്ട് സിമ്പിൾസ് ഫസ്റ്റ് വണ്ണും സെക്കൻഡ് വണ്ണും ആണ്. ഇതിൽ ഫസ്റ്റ് വൺ കാണിച്ചത് ഈ സിമ്പിൾ ആണ് ഗ്രേറ്റർ ദാൻ. ഗ്രേറ്റർ ദാൻ. ഓക്കെ, എങ്ങനെ ഗ്രേറ്റർ ദാൻ ആണോ നമ്മൾ മനസ്സിലാക്കും? ഒരു നമ്പറിന്റെ നേരെ ഇങ്ങനെ ഒരു സിമ്പിൾ കണ്ടെങ്കിൽ അത് ഗ്രേറ്റർ ദാൻ ആണോ എന്ന് മനസ്സിലാക്കുന്നത് ഈ മൗത്ത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ള ഭാഗം ആണ്. ഒരു നമ്പറിന് നേരെ വരുന്നത് ആ നമ്പർ ഗ്രേറ്റർ ദാൻ. ഓക്കെ, ഏതെങ്കിലും ഒരു നമ്പറിന്റെ മുമ്പില് ഇതുപോലെ ക്ലോസ്ഡ് ആയിട്ടാ വരുന്നതെങ്കിൽ, ഇതുപോലെ ഒരു പോർഷൻ ക്ലോസ്ഡ് ആയിട്ടാ വരുന്നതെങ്കിൽ അതിനെ നമ്മൾ ലെസ്സർ ദാൻ അല്ലെങ്കിൽ സ്മോളർ ദാൻ എന്ന് പറയും. ഓക്കെ, സ്മോളർ ദാൻ. സ്മോളർ ദാൻ എന്ന് പറഞ്ഞാൽ ചെറിയ നമ്പർ ആയിരിക്കും. ഗ്രേറ്റർ പറഞ്ഞാൽ വലിയ നമ്പറും സ്മോളർ ദാൻ പറഞ്ഞാൽ ചെറിയ നമ്പറും. ഓക്കെ, ഈ ഗ്രേറ്റർ ദാന് മുമ്പിൽ ഒരു നമ്പർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ വായിച്ച് കേൾപ്പിക്കണം. ഞാൻ വിളിക്കുന്നവര് മാത്രം അൺമ്യൂട്ട് ചെയ്തിട്ട് ഞാനത് പറഞ്ഞു തരാം. ഓക്കെ, അതെങ്ങനെയാ വായിക്കുന്നത് എന്ന് പറഞ്ഞു തരണം കേട്ടോ. ആരാധ്യ അൺമ്യൂട്ട് ചെയ്ത്. ആരാധ്യ ജിഷു ഇപ്പോൾ വായിച്ചു തന്നാടാ. ഇവിടെ രണ്ട് നമ്പേഴ്സ് എഴുതി. ഇത് വായിച്ചു തന്നിരിക്കുന്നത് ഇവിടെ നമ്പർ 15 എഴുതി. ഞാൻ അപ്പുറത്തെ സൈഡിലെ നമ്പർ 10 എഴുതിയിട്ടുണ്ട്. റൈഹാൻ ഉണ്ടല്ലേ? ആരാധ്യ പറഞ്ഞത് മിസ്സിന് പറഞ്ഞത് അതെങ്ങനെ വായിക്കുന്നു പറഞ്ഞത്. 15 15 greater than 10. യെസ്, വെരി ഗുഡ്. അതെങ്ങനെയാ ആരാധ്യക്ക് മനസ്സിലായ? ആരാധ്യക്ക് എങ്ങനെയാ അത് മനസ്സിലായ? 15 greater than 10 ആണെന്ന് എങ്ങനെയാ മനസ്സിലായത്? പറഞ്ഞെന്ന്. 15 വലിയതാണെന്ന് എങ്ങനെയാ ആരാധ്യക്ക് മനസ്സിലായ? സിമ്പിൾ ഇട്ടപ്പോ വേഗം പറഞ്ഞെന്ന്.
ഇങ്ങനെ തുറന്ന് പിടിക്കണ്ടേ? ആ വെരി ഗുഡ്. ആ ഇങ്ങനെ തുറന്നു പിടിച്ചിട്ടുണ്ട്. ഓപ്പൺ, ഈ മൗത്ത് ഓപ്പൺ ചെയ്ത് വെച്ച പോർഷൻ ആണ് ഒരു നമ്പറിന്റെ നേരെ വരുന്നതെങ്കിൽ ആ നമ്പർ എന്താ നമ്മൾ പറയാ? ഗ്രേറ്റർ ദാൻ പറയും. ആരത് സൂപ്പർ ആണ് കേട്ടോ. ആ. അടിപൊളിയായിട്ട് പറഞ്ഞു. താങ്ക് യു സർ. മ്യൂട്ട് ചെയ്തോട്ടോ, നമ്മൾ മ്യൂട്ട് ചെയ്തു. Then, ഇനി ആരാ? മുഹമ്മദ് എവിടെ? മുഹമ്മദ് നേരത്തെ ഓപ്പൺ ആവുന്നുണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുണ്ട്. മുഹമ്മദ് പറഞ്ഞു തരണേ. ഞാനിവിടെ ഒരു നമ്പർ എഴുതാൻ പോവുകയാണ്. അവനി ബോർഡിൽ എഴുതട്ടെ. ഓക്കെ, ആളാട്ടോ. മുഹമ്മദ് ഇതേത് നമ്പർ ഇടാ? ഫസ്റ്റ് നമ്പർ എത്രയാ? 20. ആ ഓക്കെ. സെക്കൻഡ് നമ്പർ എത്രയാ? ഏത് നമ്പർ? 70. 7. 70. ഇതെങ്ങനെയാ അപ്പൊ നമ്മൾ കൂട്ടി വായിക്കുന്നത്? എങ്ങനെ ഈ സിമ്പൽ വെച്ചിട്ട് നമ്മൾ വായിക്കും? മുഹമ്മദിന് മനസ്സിലായെങ്കിൽ പറഞ്ഞതാ. 2310. ആ ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. 20 വലിയ നമ്പർ ആണോ ചെറിയ നമ്പർ ആണോ? മുഹമ്മദ് പറഞ്ഞു തന്നെ. മുഹമ്മദ് ഇങ്ങോട്ട് നോക്കി പറഞ്ഞത്. ഇതാരെ വരച്ചിടുന്നുണ്ടല്ലോ അവിടെ പിന്നെ ഓടിക്കും. ഞാൻ ആരോ വരച്ചിടാൻ നോക്കിട്ട് വേണോ? മുഹമ്മദ് പറഞ്ഞെന്നാ മോനെ. 20 വലിയ നമ്പർ ആണോ ചെറിയ നമ്പർ ആണോ? നമ്പർ 20 ആണോ 70 ആണോ വലിയ നമ്പർ? പറ. 20. ആ 20 വലിയ നമ്പർ, 70 ചെറിയ നമ്പർ. മുഹമ്മദ് ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ. ക്ലാസ്സിൽ എങ്ങനെയാണോ നമ്മളിവിടെ സ്കൂളിൽ ഇരിക്കുന്നത് അതുപോലെ മോനെ ഇരുന്നത്. അപ്പുറം ഇപ്പുറം തിരിഞ്ഞു നോക്കുകയൊന്നും വേണ്ട. ഓക്കെ, ഇതാ ഈ സിമ്പലിന് നമ്മൾ പറയുന്ന പേരാണ് ഗ്രേറ്റർ ദാൻ. കണ്ട, ഈ സിമ്പലിന് നമ്മൾ പറയുന്ന പേരാണ് ഗ്രേറ്റർ ദാൻ. ഈ ഗ്രേറ്റർ ദാൻ സിമ്പല് ഒരു നമ്പറിന്റെ നേരെ വാല് തുറന്നു നിൽക്കുകയാണെങ്കിൽ അത് ആ നമ്പർ ആയിരിക്കും വലിയ നമ്പർ. കണ്ട, മനസ്സിലായോ മുഹമ്മദ്? വായ തുറന്നേക്കാം. ഓപ്പൺ ചെയ്ത് നിൽക്കുന്ന പോർഷൻ, അതായത് ഇതിന്റെ മൗത്ത് പോർഷൻ ഒരു നമ്പറിന്റെ നേരെ ഓപ്പൺ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ആ നമ്പർ ഗ്രേറ്റർ നമ്പർ ആയിരിക്കും. ആ നമ്പർ വലിയ നമ്പർ ആയിരിക്കും. അപ്പൊ ഇവിടുത്തെ നമ്മളെ വലിയ നമ്പർ ഏതാ? മുഹമ്മദ് പറഞ്ഞേ, ഇവിടുത്തെ വലിയ നമ്പർ ഏതാ? 20 അല്ലേ? ആ 20. അപ്പൊ നമ്മൾ ഇത് എങ്ങനെ കൂട്ടി വായിക്കുന്നത് കണ്ടോ? 20 ഗ്രേറ്റർ ദാൻ 17. 20 ഗ്രേറ്റർ ദാൻ 17. 20 17 വലിയ നമ്പറാണ് അല്ലേ? 20 17 വലിയ നമ്പർ അല്ലേ? ഓർമ്മോ? യെസ് യെസ്. ഓക്കെ, ഒരു എക്സാമ്പിൾ കൂടി ഞാൻ തരാം. മുഹമ്മദ് പോവല്ലേ, മ്യൂട്ട് ചെയ്യല്ലേ. മുഹമ്മദിന് ആരും പറഞ്ഞു കൊടുക്കൊന്നും വേണ്ട കേട്ടോ. മുഹമ്മദിനല്ല അറിയില്ല. ആരാ ഹെൽപ്പ് ചെയ്തത്? എന്തോ വലുതാക്കാനും കഴിയുന്നു. ആരോ കൈ വരുന്നുണ്ട്. ഓക്കെ മുഹമ്മദ്, പറയണേ. മുഹമ്മദ് ഇങ്ങോട്ട് നോക്കിക്കോ. ഇതേതാ സിമ്പിൾ? ഇതേ അല്ല, ബാക്കിയുള്ളവരൊന്ന് മ്യൂട്ട് ചെയ്യണേ. ഓരോ മക്കളെടുത്ത് ഞാൻ വിളിച്ചിട്ടുണ്ട്. ആ ഗ്രേറ്റർ ദാൻ. നെക്സ്റ്റ് നമ്പർ ഇതാ ഞാൻ എഴുതി തരാൻ പോവാണ്. എഴുതി തരുന്ന നമ്പർ ഏതാന്ന് വായിച്ചോ? മുഹമ്മദ് വായിച്ചോ? നമ്പർ ഏതാന്ന് മുഹമ്മദ് പറയണേ. 10. 10. Nine. 9. ഓക്കെ, ഇതെങ്ങനെ കുട്ടി വായിക്കാ? പറ, വായിച്ചിട്ട് വായിച്ചെന്ന്.
10 ആ greater than ആ 9. യെസ് വെരി ഗുഡ് 10 ഗ്രേറ്റർ ദാൻ 9. അതെങ്ങനെ നമ്മൾ പറഞ്ഞത്? എന്തുകൊണ്ടാ പറഞ്ഞത്? 10 9നേക്കാളും വലിയ നമ്പർ ആണ് അല്ലെ? എങ്ങനെ മനസ്സിലായത് 10 9നേക്കാളും വലിയ നമ്പർ ആണെന്ന് ഇവിടെ എങ്ങനെ മനസ്സിലായത് മുഹമ്മദിന്? ഈ മൗത്ത് ഓപ്പൺ ചെയ്ത് വെക്കുന്ന പോർഷൻ ആണ് ഗ്രേറ്റർ എന്നുള്ളത് ആദ്യം മിസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ആ. പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ഇങ്ങനെ ഒരു പോർഷൻ ഏത് നമ്പറിന്റെ നേരെ തിരിഞ്ഞു നിൽക്കുന്നോ അത് വലിയ നമ്പർ ആയിരിക്കും കേട്ടോ. ഇങ്ങനെ വരുന്ന പോർഷൻ ഏത് നമ്പറിന്റെ നേരെയാണോ തിരിഞ്ഞു നിൽക്കുന്നത് ആ പോർഷൻ അല്ലെങ്കിൽ ആ നമ്പർ വലിയ നമ്പർ ആയിരിക്കും. നെക്സ്റ്റ് സിമ്പൽ ഇതാ മുഹമ്മദേ കണ്ടോ? ഇത് നേരെ തിരിഞ്ഞില്ലേ? നമ്മൾ സിമ്പല് നേരെ തിരിഞ്ഞില്ലേ? ഇതിനെ പറയുന്ന പേരാണ് സ്മോളർ ദാൻ. സ്മോളർ ദാൻ. ഇത് കണ്ടോ? നോക്കിക്കോ മുഹമ്മദ്, ഇങ്ങോട്ട് നോക്കിക്കോ, സ്ക്രീനിൽ നോക്കിക്കോ. ഇതിന്റെ ഇപ്പൊ ഫസ്റ്റിലെ പോർഷൻ എന്താ? ക്ലോസ്ഡ് ആണ്, അടഞ്ഞു നിൽക്കുന്ന പോർഷൻ അല്ലേ? അടഞ്ഞു നിൽക്കുന്ന പോർഷൻ ആണ്. സോ ഇങ്ങനെ ഒരു പോർഷൻ ഒരു നമ്പറിന്റെ നേരെ വരികയാണെങ്കിൽ നമ്മൾ പറയും സ്മോളർ ദാൻ. ഒരു എക്സാമ്പിൾ ഇതാ മുഹമ്മദ് എഴുതി തരാം. മുഹമ്മദ് നോക്കിക്കോ, നമ്പർ വായിച്ചോ മുഹമ്മദ്, നമ്പർ വായിച്ചോ. 5. 5. Then which number is this? 7. 7. ഇതെങ്ങനെയാ വായിക്കുന്നത് എന്ന് വെച്ചാൽ 5 smaller than 7. 5 smaller than 7. 5 7നേക്കാളും ചെറിയ നമ്പർ ആണ് അല്ലേ? 5നേക്കാളും ചെറിയ അല്ല 7നേക്കാളും ചെറിയ നമ്പർ അല്ലേ 5? 5 smaller than 7. 5 7നേക്കാളും ചെറിയ നമ്പർ ആണ്. ഓക്കെ, ഈ ഫസ്റ്റ് വന്ന പോർഷൻ ആണ് നമ്മൾ വായിക്കും ഗ്രേറ്റർ ദാൻ. സിമ്പൽ ആണെങ്കിൽ നമ്മൾ വായിക്കും സ്മോളർ ദാൻ. കേട്ടാ? മനസ്സിലായോ മുഹമ്മദ്? മനസ്സിലായോ? എന്താടാ? മനസ്സിലായിട്ടില്ലേ മോന്? മനസ്സിലായിട്ടില്ലേ? മനസ്സിലായി. മനസ്സിലായി. ഓക്കെ, കുറച്ച് വർക്ക് ചെയ്യുമ്പോ ഓട്ടോമാറ്റിക് ഫുൾ ആയിട്ട് മനസ്സിലാവും കേട്ടോ. മുഹമ്മദിന് അത് ഫുള്ള് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ആക്ടിവിറ്റി അതില്ലേ, അത് ചെയ്യുമ്പോ ഓക്കെ ആയിക്കോളും. ഓക്കേടാ? ഓക്കെ ആ ഓക്കെ. അദ്രി, അദ്രിനാഥ്, അവിടെ ശ്രദ്ധിക്കാതെ അദ്രിനാഥ്, അദ്രിനാഥ്, നീ അവിടെ ശ്രദ്ധിച്ചിരിക്കും ഓരോരുത്തർ പറയുന്നത്, അന്നേരം മനസ്സിലാവും. പിന്നെ അദ്രിനാഥ് ശർമ്മ. എടാ ഞാൻ പറയുന്നത് അദ്രിക്ക് കേൾക്കുന്നില്ലേ? ഓപ്പൺ ചെയ്ത മോനെ, അൺമ്യൂട്ട് ചെയ്ത് അൺമ്യൂട്ട് ചെയ്ത്. അദ്രി, എടാ നിന്നെ കാണൂടാ, നീ കിടക്കാല്ലടാ. എടാ നേരെ ഇരിക്കടാ. അദ്വൈത, അദ്വൈത മോളൊന്ന് അൺമ്യൂട്ട് ചെയ്തടാ. റെയ്ഹാനെ വരച്ചിടല്ലേ, ആരാധ്യ വരച്ചിടല്ലേ, ബോർഡിൽ വരച്ചിടുന്നുണ്ടേ. ആരാധ്യ അല്ല, ഓക്കെ ആ ഓക്കെ ഓക്കെ. അദ്വൈത എവിടെ? അദ്വൈത, അദ്വൈത, അദ്വൈതനെ കാണുന്നില്ലല്ലോ.
മുഹമ്മദ് ഹംദാൻ മുനീർ ആണ് ഇത്. ഓക്കെ, അൺമ്യൂട്ട് ചെയ്ത്. ഹംദാൻ മുനീർ അൺമ്യൂട്ട് ചെയ്ത്. ഗുഡ് ആഫ്റ്റർനൂൺ ഹംദാൻ. Good afternoon, Miss. ഗുഡ് ആഫ്റ്റർനൂൺ. എടാ ഇപ്പൊ പറഞ്ഞത് ഗ്രേറ്റർ ദാൻ സ്മോളർ ദാൻ മനസ്സിലായോ? ഹംദാന്റെ മുഖം കാണുന്നില്ല, എനിക്ക് മുഖം കാണണം. Where is your face? I want to. Yes, yes. പറഞ്ഞേ, ഹംദാന് മനസ്സിലായോ എന്താണ് ഗ്രേറ്റർ ദാനും എന്താണ് സ്മോളർ ദാനും മനസ്സിലായോ? ഇത് രണ്ട് എക്സാമ്പിൾ തരട്ടെ മിസ്? നമ്മൾ എഴുതി തരട്ടെ? റെഡി? യെസ് യെസ്, നമ്പർ എഴുതി തരാം. ഓക്കെ, ഹംദാൻ പ്ലീസ് റീഡ് ഇറ്റ്. വായിച്ചേ. 12. 12. Greater than, smaller than അല്ലേ? Greater. 12 greater than. Small. ഇതേത് ഈ നമ്പർ Small. സ്മോൾ നമ്പർ തന്നെ. ഈ നമ്പർ ഏതൊക്കെ വായിച്ചാടാ? 8. 8 അല്ലേ ഇത്? ടച്ച് ചെയ്യല്ലേ, സ്ക്രീൻ ടച്ച് ചെയ്യല്ലേ. 12. കോമഡി ആവുന്നുണ്ടല്ലോ എഴുതുന്നല്ലോ. 12 greater than 8. ഉച്ചത്തിൽ പറ. 8. ഒന്നുകൂടി പറഞ്ഞ പോലെ 12 greater than. Greater than. More than 8. എടാ 12 greater than 8. 12 8-നേക്കാളും വലിയ നമ്പറാണ് അല്ലേ? ഈ ഒരു സിമ്പൽ ഇങ്ങനെ വരച്ചു വെച്ചാൽ നമ്മൾ എന്താ പറയേണ്ടത്? ഗ്രേറ്റർ ദാൻ. Greater than. അപ്പൊ 12 greater than 8 എന്ത് പറയും? 12 Greater than 8. എങ്ങനെ ഗ്രേറ്റർ ദാൻ എഴുതുക? ഓപ്പൺ ചെയ്ത് വെച്ചിട്ടില്ല പോർഷൻ ആയിരിക്കും വലിയ നമ്പറിന് നേരെ എഴുതിയിട്ടുണ്ടാവുക, വരച്ചിട്ടുണ്ടാവുക. ഇപ്പൊ 12 ഇവിടെ വലുതായതുകൊണ്ട് ഇതാ മൗത്ത് ഓപ്പൺ ചെയ്ത് നിൽക്കുന്നില്ലേ? കണ്ടോ ഓപ്പൺ ആയിട്ട്? ഓപ്പൺ ചെയ്ത് നിൽക്കുന്നില്ലേ? ഈ പോർഷൻ പറയും Yes. greater than. Greater than. Then നോക്കിക്കോ, then നമ്മള് വേറൊരു സിമ്പൽ വരച്ചു. What we call this? ഇതാണ്. ഇത് നമ്മൾ എന്ത് വായിക്കും? സ്മോളർ ദാൻ. Smaller than. ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ടില്ല മൗത്ത് വരികയാണെങ്കിൽ അതിനെ നമ്മൾ സ്മോളർ ദാൻ വിളിക്കും. ഓപ്പൺ ചെയ്തിട്ടുള്ള മൗത്ത് നേരെ ഉണ്ടെങ്കിൽ അതിനെ ഗ്രേറ്റർ ദാനും, മൗത്ത് ക്ലോസ് ചെയ്തിട്ടുള്ളതെങ്കിൽ അതിനെ നമ്മൾ സ്മോളർ ദാനും വിളിക്കും. കേട്ടോ? ഓക്കെ. Okay. Okay, which number is this? 8. 8. 8 And which number is this? 10. 10. So, ഇതെങ്ങനെ കൂട്ടി വായിക്കുന്നത്? 8 8. ഇതിന് നമ്മൾ എന്താ പറഞ്ഞത്? ക്ലോസ് ചെയ്തിട്ടുള്ള മൗത്ത് ആണെങ്കിൽ എന്താ വായിക്കുന്നത്? Right. ഇതാ Smaller than. സ്മോളർ Then. 10. Smaller than വായിക്കും. 10. 8 smaller than 10. 10. 10-നേക്കാളും ചെറുതല്ലേ? 8 ആണോ വലിയത് 10 ആണോ വലിയത്? ഹംദാൻ പറഞ്ഞാണ് ബിഗ് നമ്പർ. 10 ആണ് ഉള്ളത്.
ഒന്നാണ് ഇവിടെ ബിഗ് നമ്പർ. 10ന്റെ നേരെയാണ് മൗത്ത് ഓപ്പൺ ചെയ്തിട്ടുള്ളത് അല്ലെ? 10ന്റെ നേരെയാണ് മൗത്ത് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. 8ന് നേരെയാണെങ്കിലോ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്ത് വായിക്കും? എന്തുകൊണ്ടാണ് ക്ലോസ് ചെയ്തത്? സ്മോൾ നമ്പർ ആയതുകൊണ്ട്. 8 സ്മോൾ നമ്പർ ആയതുകൊണ്ട് ഇവിടെ ക്ലോസ് ചെയ്തു. 10 ഗ്രേറ്റർ നമ്പർ ആയതുകൊണ്ട് ഇവിടെ ഓപ്പൺ ചെയ്തു അല്ലെ? അങ്ങനെയല്ലേ പറഞ്ഞത്? ഇവിടെ 12 വലിയ നമ്പർ ആയതുകൊണ്ട് അതിന്റെ നേരെ മൗത്ത് ഓപ്പൺ ചെയ്ത് നിൽക്കുന്നുണ്ട് ഇല്ലേ? എങ്ങനെ ഇത് വായിക്കുന്നത്? 8 സ്മോൾ 10. 10. 8 smaller than. 10. എന്താ വായിച്ചു? ഒന്നുകൂടി വായിച്ചേ. 8 smaller than 10. 10. ആ ഫുള്ള് വായിക്കുന്നുണ്ടോ അത്? വായിക്കുന്നുണ്ട്. വായിക്കുന്നുണ്ട്. എനിക്ക് കട്ടായി പോകുന്നുണ്ട്. ഞാൻ പറയുന്നത് കട്ടായി പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. ഹംദാൻ ഒന്നും കൂടി പറഞ്ഞു തരണം. ഹംദാൻ മ്യൂട്ട് ചെയ്ത് പോവല്ലേ. ഹംദാൻ ഒന്നും കൂടി പറഞ്ഞു തരണല്ലേ. ഇതേതാ സിമ്പല് ഹംദാൻ? സിമ്പലിൽ ഗ്രേറ്റർ ആണോ സ്മോളർ ദാൻ ആണോ? ഗ്രേറ്ററാ സ്മോളറാ? Great. ഒച്ചത്തി പറ. Greater. Yes, greater than. Good boy. Then, which is this? ഒരു മിനിറ്റ് എടുക്കട്ടെ. അതേതാ സിമ്പല്? ആ ദേ ഇത്. സ്മോളറാ. Greater. ഇതാ അടിയിലത്തത്. ഒരു മിനിറ്റ്. No. ആരോ വരച്ചിടുന്നുണ്ടല്ലോ ഇവിടെ. വരച്ചിടല്ലേ. ഹംദാൻ ഇതേതാ സിമ്പൽ എന്ന് പറഞ്ഞത്? മിസ് ഇപ്പൊ വരച്ചത് ഏതാ സിമ്പൽ എന്ന് പറഞ്ഞത്? ഇത് ഗ്രേറ്ററാ സ്മോളറാ? Greater. ഗ്രേറ്റർ ഏതാണ്? Smaller. സ്മോളർ ദാൻ. അപ്പൊ 2 സിമ്പിൾസാ നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. ഇല്ലെങ്കിൽ നമ്മൾ ഇന്ന് പഠിച്ചത് 2 സിമ്പിൾസാ. ഒന്ന് ഗ്രേറ്റർ ദാനും മറ്റേത് സ്മോളർ ദാൻ. കേട്ടാ? വർക്ക് ചെയ്യുമ്പോ അത് ക്ലിയർ ആവട്ടെ. എങ്ങനെ എഴുതേണ്ടതെന്നും എങ്ങനെ വായിക്കേണ്ടതെന്നും നമ്മൾ ടെക്സ്റ്റ് ബുക്കിലും കുറെ ആക്ടിവിറ്റി ഉണ്ട് നമുക്ക് ചെയ്യാന്. കേട്ടാ? അത് ചെയ്യുമ്പോ മനസ്സിലാവും കേട്ടാ. ഓക്കേടാ, ഫൈൻ ഫൈൻ. മ്യൂട്ട് ചെയ്തോ. ഓക്കെ, ഇനി ആരാ പറയാ? ഇനി ആരാ പറഞ്ഞു തരുന്നത്? അദ്വൈത വന്നോ? അദ്വൈത ഇടയിൽ കട്ടായി പോയല്ലോ. Miss ഞാൻ പറയട്ടെ. ആരാ മോളെ? നൈതിക. നൈതിക. ഓക്കെ, നൈതിക പറഞ്ഞോ. നൈതികനെ ഞാൻ കണ്ടുപിടിക്കട്ടെ. ഓക്കെ, നൈതിക വന്നു. പറഞ്ഞേ നൈതിക, ഇതേതാ സിമ്പൽ എന്ന് പറഞ്ഞ മിസ്സിന്. ഇതേതാ സിമ്പല് അറിയോ? മനസ്സിലായിട്ടില്ല നമുക്ക്? മനസ്സിലായിട്ടില്ല. ഓക്കെ, മനസ്സിലായിട്ടില്ല. പറഞ്ഞുതരാം കേട്ടോ. നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ ഏത് ടോപ്പിക്കാ ഡിസ്കസ് ചെയ്തേ നൈതിക? ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഏത് ടോപ്പിക്കാ ഡിസ്കസ് ചെയ്തേ? അതല്ല, അവക്കേ ഇപ്പൊ എഴുതിയതിൽ ഏതാ ചോദിച്ചതെന്ന് മനസ്സിലായിട്ടില്ല. ഓക്കെ ഓക്കെ ഓക്കെ, ഫൈൻ. ഓക്കെ, എന്നാ നൈതിക പറഞ്ഞ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്താ പഠിച്ചത്? ഗ്രേറ്റർ ദാൻ സ്മോളർ ദാൻ അല്ലേ? അതിന്റെ സിമ്പിൾസ് ആണ് ഇപ്പൊ പറഞ്ഞിരുന്നത്. ഓക്കെ, ഇതേതാ സിമ്പിൾ വരുന്നത് നൈതിക? ഗ്രേറ്റർ ദാൻ. ദെൻ ഇതേതാ സിമ്പിള്? സ്മോളർ ദാൻ. എങ്ങനെ നൈതികക്ക് ഇത് മനസ്സിലായേ ഗ്രേറ്റർ ദാൻ ആണെന്ന്?
വായ തുറന്നിരിക്കുന്നു. വായ തുറന്നിരിക്കുന്ന ഭാഗമാണെങ്കിൽ നമ്മൾ അതിനെ ഗ്രേറ്റർ ദാൻ എന്നും, വായ അടഞ്ഞിരിക്കുന്ന ഭാഗം നമ്മൾ ഫ്രണ്ടിൽ കാണുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സ്മോളർ ദാൻ പറയും അല്ലേ? ഇതിന്റെ വായ ഓപ്പൺ ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് നൈതികക്ക് പെട്ടെന്ന് മനസ്സിലായി ഇത് ഗ്രേറ്റർ ദാൻ ആണെന്ന് അല്ലേ? അല്ലേ? അതെ. യെസ്. എന്നാലൊരു എക്സാമ്പിൾ എഴുതി തരട്ടെ മിസ്? നമ്പർ എഴുതി തരട്ടെ? ഓക്കെ, നൈതിക എപ്പോഴും റെഡിയാണ്, സ്മാർട്ട് ഗേൾ ആണ്. ഇപ്പോൾ ബോർഡിൽ വരച്ചിടല്ലേ? ആരോ വരച്ചിടുന്നുണ്ടേ. ഓക്കെ, നൈതിക റീഡ് ചെയ്തോ? നൈതിക റീഡ് ചെയ്തോ? ഇതാരാ വരച്ചിടുന്ന ഇപ്പൊ? നൈതിക വായിച്ചോ? ഏ 12 12 greater than 1. 11. 12 ഗ്രേറ്റർ ദാൻ 11. 12 11നേക്കാളും വലിയ നമ്പറാണ് അല്ലേ? അല്ലേ? ഗ്രേറ്റർ നമ്പറിന് നേരെ നമ്മൾ ഇടുന്ന സിമ്പൽ ആണ് ഇത് അല്ലേ? ഓപ്പൺ ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. ഗ്രേറ്റർ നമ്പറിന് നേരെ സിമ്പൽ എപ്പോഴും ഓപ്പൺ ചെയ്തിട്ടാണ് ഉണ്ടാവുക. ക്ലോസ്ഡ് ആയിട്ടില്ലേ നമ്മൾ ലെസ് ദാൻ അല്ലെങ്കിൽ സ്മോളർ ദാൻ എന്ന് പറയും. വേറൊരു എക്സാമ്പിൾ തരട്ടെ നൈതികക്ക്? നൈതിക റെഡിയാ. ഇതേതാ നമ്പർ നൈതിക? 20. യെസ്, 20. Is പോയോ? എന്നിട്ട് 20 smaller than 30. 30 ആണോ അത്? 40 ജവാൻ മ്യൂട്ട് ചെയ്തേ മോനെ, മ്യൂട്ട് ചെയ്തേ. ഓക്കെ നൈതിക ഇതൊന്ന് വായിച്ചു മോളെ. This ഉം, is ഉം. smaller than 40. Yes, very good. 20 smaller than 40. അല്ലേ? 20 40നേക്കാളും ചെറിയ നമ്പർ ആണല്ലേ? യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. നൈതികക്ക് മനസ്സിലായെന്ന് തോന്നുന്നു അല്ലേ? നമുക്ക് മനസ്സിലായിട്ട് ക്ലിയർ ആയിട്ടില്ലേ? ഓക്കെ, നമുക്ക് ഇനി കുറെ ആക്ടിവിറ്റീസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ചെയ്യാനുണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് പതുക്കെ പതുക്കെ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ മ്യൂട്ട് ചെയ്തു, സൗണ്ട് മ്യൂട്ട് ചെയ്തു. Then അദ്വൈത, അദ്വൈത, അദ്വൈത. Yes, miss. ഇപ്പോൾ ഇതേത് സിമ്പലാന്ന് പറഞ്ഞത്? Greater than. യെസ്, ഗ്രേറ്റർ ദാൻ. ദെൻ ഇതേതാ സിമ്പൽ എന്ന് പറഞ്ഞത്? Smaller than. സ്മോളർ ദാൻ. നമ്പർ എങ്ങനെയാന്ന് മനസ്സിലായോ? ഗ്രേറ്റർ ദാൻ എങ്ങനെയാ വരുന്നതെന്ന്, സ്മോളർ ദാൻ എങ്ങനെയാ വരുന്നതെന്ന് മനസ്സിലായോ? വലിയ നമ്പേഴ്സിന് നേരെ ആയിരിക്കും ഗ്രേറ്റർ ദാൻ വരിക. സ്മോളർ ദാൻ വരുന്നത് ചെറിയ നമ്പേഴ്സിന് നേരെ. ഓക്കെ ഓക്കെ. അദ്വൈത, അദ്വൈതക്ക് ഏതാ നമ്പർ തരേണ്ടത്? വലിയ നമ്പർ ആയിരുന്നേ, വലിയ നമ്പർ. 30. 30. Smaller than. Smaller than. 15. Yes. കൂട്ടി വായിച്ചേ. 13. 13.
smaller than 15. Yes, very good. 13 smaller than 15. 13 15-നെക്കാളും ചെറിയ നമ്പർ ആണ് അല്ലേ? യെസ്, ഗുഡ് ഗേൾ. അദ്വൈത ഇല്ലെങ്കിൽ നല്ല സ്മാർട്ട് ഗേൾ ആണ് അല്ലേ അദ്വൈത? സ്മാർട്ട് ഗേൾ അല്ലേ? വേറൊരു എക്സാമ്പിൾ കൂടി തരട്ടെ അദ്വൈതക്ക്. നമ്പർ വായിച്ചോ? നമ്പർ ഏതാന്ന് വായിച്ചോ? അതേതാ നമ്പർ അദ്വൈത? 21. യെസ്, 21 Greater than greater than 1. ആ 14. 14. കൂട്ടി വായിച്ചേ, ഒരുമിച്ച് വായിച്ചേ. 21 21 greater than 40. യെസ്, വെരി ഗുഡ്. 21 greater than 14. 21 14-നെക്കാളും വലിയ നമ്പറാണ് അല്ലേ? യെസ് യെസ്, വെരി ഗുഡ്. ഗുഡ് ഗേൾ ആണ് കേട്ടോ. ഓക്കേടാ, മ്യൂട്ട് ചെയ്തോ മ്യൂട്ട് ചെയ്തോ. ആരാ ഇവിടെ പെയിന്റിംഗ് എല്ലാം ചെയ്യുന്നത്? എന്റെ ബോർഡിൽ ആരാ വരച്ചിടുന്നത്? ഇനി ആരാ ഇല്ലത് ഇവിടെ? ഇതുവരെ മിണ്ടാത്ത ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ ഞാന്. ഗബ്രിയേൽ ഉണ്ടല്ലോ ഇവിടെ. ഗബ്രിയേൽ ഇവിടെ. വേഗം നോക്ക്, വേഗം എടാ ബോർഡിൽ വരച്ചിടല്ലേ. പറയട്ടെ, അഡോൺ പറയാം. അഡോൺ പറയോ? ഓക്കെ, എന്നാൽ അഡോൺ പറഞ്ഞതാ മിസ്സിന്. ഇതിലേതാ ഗ്രേറ്റർ ദാനും ഏതാ സ്മോളർ ദാൻ? ഇതേതാ സിമ്പല്? ഇത് ഫസ്റ്റ് വൺ. ഏതാടാ? Greater ഗ്രേറ്റർ ദാൻ. ഇതേതാ പറഞ്ഞത്? than. യെസ്, വെരി ഗുഡ്. സ്മോളർ ദാൻ. നമ്പർ തരട്ടെ. ബോർഡിൽ വരച്ചിടല്ലേ. ആരാ വരച്ചിടുന്നത്? ഓക്കെ, ഇതാ നമ്പർ നോക്കിക്കോ. 11. 11 Greater than greater than 1. ഏത് നമ്പർ? 1. 11 greater than 1. യെസ്, വെരി ഗുഡ്. 11 greater than 1. 11 ഒന്നിനേക്കാളും വലിയ നമ്പർ അല്ലേ? അതെ. ഓക്കെ, മിസ് പറയുന്നത് തെറ്റിപ്പോകുന്നുണ്ടോ എന്ന് പറയണേ കേട്ടോ. മിസ് ചിലപ്പോ തെറ്റിച്ചാലോ? തെറ്റിക്കും. അതുകൊണ്ട് എനിക്ക് പറഞ്ഞു തരണം കേട്ടോ. മിസ് തെറ്റിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞു തരണം കേട്ടോ. ഓക്കെ, അടുത്തൊരു നമ്പർ തരട്ടെ. റെഡി ആയി നിൽക്കുന്നല്ലേ? 10 നമ്പർ വായിച്ചോ. 10 smaller than 2. 20. 20 ഒരുമിച്ച് വായിച്ചേ, കൂട്ടി വായിച്ചേ. 10 smaller than 20. യെസ്, വെരി ഗുഡ്. 10 smaller than 20. 20-നെക്കാളും ചെറിയ നമ്പറാണ് 10 അല്ലേ? 10-നെക്കാളും നമ്പറാണ് 20 അല്ലേ? യെസ്, വെരി ഗുഡ്. ഗുഡ് ബോയ് ആണല്ലോ. അഡോൺ നല്ല സ്മാർട്ട് ആയിട്ട് എല്ലാം പറയുന്നുണ്ട്. ഇതുവരെ എല്ലാ ക്ലാസ്സിലും അഡോൺ നല്ല സ്മാർട്ട് ബോയ് ഉണ്ടായിരുന്നു. ഓക്കെ, വേറൊരു എക്സാമ്പിൾ ചോദിക്കട്ടെ. ഇതിൽ തരാത്തൊരു സിമ്പൽ വെച്ചിട്ട്.
3 അതെന്നാ അതെ equal to ആ 3. ഓക്കെ, ഇത് ഇങ്ങനെയല്ല ഉണ്ടാവുക, പിക്ചർ വെച്ചിട്ടാ ഉണ്ടാവുക. ഇപ്പൊ ഈ മൗസ് വെച്ചിട്ട് പിക്ചർ വരക്കാൻ പറ്റാത്തോണ്ടാണ് കേട്ടോ വരച്ച് എഴുതിയത്, നമ്പർ എഴുതിയത്. ഇത് ഗ്രേറ്റർ ദാൻ, ഇത് ലെസ്സർ ദാൻ, സ്മോളർ ദാൻ, ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു. കേട്ടോ, നമുക്കിങ്ങനെ 1 വീക്ക് കഴിഞ്ഞാല് നമ്മളെ പീരിയോഡിക് എക്സാം വരുമെന്ന് അല്ലേ? ആ ടൈം ആകുമ്പോഴത്തേക്ക് എല്ലാരും ഇതെല്ലാം വൃത്തിയിൽ പഠിക്കണം കേട്ടോ. ഓക്കെ. മിസ് വരയ്ക്കുന്നു. എനിക്കറിയാം ഇത് മിസ് വരയ്ക്കുന്നതാണ്. സ്ക്വയർ സ്ക്വയർ ആണോ അത്? സ്ക്വയർ ആണോ അത്? റെക്ടാംഗിൾ അടുത്തത് ഇപ്പൊ നീ അടി വാങ്ങും. നിന്റെ വീട് എവിടെയാ? ഞാൻ വരട്ടെ. ആ ട്രയാങ്കിൾ. equal to ടു പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ഹിയർ ദ ഫസ്റ്റ് വൺ, വിച്ച് ഷേപ്പ് ഈസ് ദിസ്? ഷേപ്പ് ഏത് ഷേപ്പാന്ന്? I don't പറ, which shape is this? ഏതാടാ? two is equal to 2. ജവാൻ ഇപ്പൊ പറയുന്നത് ജവാനോട് ചോദിക്കാം കേട്ടോ. അഡോൺ പറ, ഇതേതാ? ട്രയാങ്കിൾ. ഹൗ മെനി ട്രയാങ്കിൾസ് ഹിയർ? എത്ര ട്രയാങ്കിൾ ഉണ്ട്? 2. Triangle. Then we have another picture here. Shape is here. Which shape is this? Correct. Circle. How many circles? 2. 2 circles. അപ്പൊ ഇത് ഈക്വൽ ആണോ? ഈക്വൽ ആണോ? Okay. 2 triangle and 2 triangle. 2 circles. Oh, is it Equal to triangle. അല്ലേ? Equal to this. ഇവിടെയും 2 numbers ഉണ്ട്, ഇവിടെയും 2 numbers ഉണ്ട്. So these both are equal അല്ലേ? രണ്ടും ഈക്വൽ അല്ലേ? ഓക്കെ, മ്യൂട്ട് ചെയ്താട്ടാ. ജോവാൻ ബോർഡിൽ വരച്ചിടല്ലേ മക്കളെ? വരച്ചിടല്ലേ? അത് വരച്ചിടല്ല. ജോവാൻ അൺമ്യൂട്ട് ചെയ്തോ. ജോവാനെ. Yes. ഞാൻ വരച്ചിട്ടില്ലല്ലോടാ. ഒരു മിനിറ്റ്. ജവാൻ പറഞ്ഞു തന്നോ, ഇതേതാ ഷേപ്പ്? അല്ല, ഇതേതാ സിമ്പല്? Okay, then which symbol is this? Smaller than. Smaller than. Then this. Equal to. Yes, very good. Example തരട്ടെ? ജവാൻ എക്സാമ്പിൾ തരട്ടെ? Yes, okay. നമ്പേഴ്സ് വായിക്കണടാ, എഴുതുന്ന നമ്പർ വായിക്കണേ. ജവാൻ വായിച്ചോ മോനെ? 21 greater than 21 greater than 21 greater than 20.
One. അത് നമ്പർ ഏതാ? 1 2 1 2 കൂടെ എഴുതിയുള്ള നമ്പർ ജവാൻ 12. അതെങ്ങനെ കൂട്ടി വായിക്കുക? ജവാൻ വായിച്ചു തന്നെ എത്ര നമ്പർ? ഇതെങ്ങനെ കൂട്ടി വായിക്കുന്ന വായിച്ചു തന്നെ? ഇപ്പൊ വായിച്ചാലും വായിക്കും. 1. അല്ല 21. 1. ഇത് നമ്പർ എത്രയാന്ന് പറ. 1. ഇതോ 2. ഓക്കെ മോനെ, ജവാൻ ഇങ്ങോട്ട് നോക്കും, മിസ് പറഞ്ഞുതരാം. 21 21. greater than Greater than 12. 12. 21 greater than 12. Other come here. 21 greater 21 greater than 12. ആ 12 ആ? 1 12 അറിയില്ലേ? 21 greater than ഈക്വൽ ആണ്. ഗ്രേറ്റർ ദാൻ greater than 12. 12. യെസ് യെസ്, വെരി ഗുഡ്. എങ്ങനെയാ ഇത് ഗ്രേറ്റർ ദാൻ ആന്ന് ജോവാന് മനസ്സിലായേ? ഓപ്പൺ ഓക്കെ. അടുത്തൊരു നമ്പർ തരട്ടെ ജവാന്. ജവാൻ അടുത്ത നമ്പർ ഇതാ. എന്താടാ? You are there. I'll call you. ജവാൻ ഇത് വായിച്ചു. Than 5. 2 Smaller than 5. വെരി ഗുഡ്. 2 smaller than 5. സ്മോൾ നമ്പേഴ്സ് ആണെങ്കിൽ ജോവാന് പെട്ടെന്ന് വായിക്കാൻ കിട്ടുന്നുണ്ടോ? 2 smaller than 5. ഒരു നമ്പർ കൂടി ഇതാ മിസ് എഴുതി തരാം, നോക്കിക്കോ. 3. 3 വായിച്ചേ. 3 ആ. smaller. 3 smaller. ഇല്ലാന്ന് പറഞ്ഞില്ലേ? അപ്പൊ 3 കഴിഞ്ഞ 3 bigger than 1. 1. യെസ് യെസ്, വന്നേ ഉള്ളൂ. ഇങ്ങോട്ട് നോക്കിയിട്ട് പറയട്ടാ. Smaller than 1. ഗ്രേറ്റർ ദാൻ 1. വെയിറ്റ് ഒളിച്ചിരിക്കുന്ന നീ തന്നെയല്ലേ പറഞ്ഞ മിസ്സിനോട്? അതുകൊണ്ട് എവിടെ ഇരിക്കുന്നു? പ്രശ്നമില്ല. ഓക്കെ, നമ്മൾ പഠിക്കുന്നതല്ലേ ഉള്ളൂ, അപ്പൊ കുഴപ്പമൊന്നുമില്ല കേട്ടാ. ഒച്ചത്തിൽ പറഞ്ഞു, മിസ് ചോദിക്കുമ്പോ ഒച്ചത്തിൽ പറഞ്ഞു കേട്ടാ. നമുക്ക് ഇനി കുറെ ആ സമയത്ത് ഇപ്പൊ സിമ്പിൾസ് മനസ്സിലായിട്ടുണ്ടോ ജവാന്? ഇല്ലേ, മനസ്സിലായിട്ടില്ലേ? ഓക്കെ, ബാക്കി നമ്മൾ ആക്ടിവിറ്റി ചെയ്യുമ്പോ പഠിച്ചോളൂ. ഓക്കേടാ. മ്യൂട്ട് ചെയ്തോ, മ്യൂട്ട് ചെയ്തോ. ഏഞ്ചൽ ലിജോ. ഓക്കെ, ഏഞ്ചൽ പറയുന്നു ഇതേതാ സിമ്പിൾ? പറ മോളെ. Greater and smaller than. Smaller than. Okay. ഒരു നമ്പർ Greater than 9. Yes, very good. Very good.
ഓക്കെ, അടുത്ത നമ്പർ Ten smaller than 15. വെരി ഗുഡ്. സൂപ്പർ ഗേൾ. ഏഞ്ചലിന് Yes. യെസ് യെസ് കേട്ടോ. ഇനി ആരാ ഉള്ളത് ഇവിടെ? ആഗ്നസ്. ആഗ്നസ്. Yes. Are you ready? ഓക്കെ ഓക്കെ, പെട്ടെന്ന് അൺമ്യൂട്ട് ചെയ്തു. ആയോ മോളെ? റെഡി ആയോ? Yes, miss. മ്യൂട്ട് ചെയ്യട്ടെ, സ്ക്രീൻ ഷെയർ ചെയ്യട്ടെ. ഓക്കെ, ഓക്കെ ആഗ്നസ്, tell me please. പറഞ്ഞു തന്നെ, ആഗ്നസ് പറഞ്ഞു തന്നെ ഇത് ഏതാണെന്ന്. ആഗ്നസ്, Yes, miss. ഇത് ഏതാ സിമ്പിൾ എന്ന് പറഞ്ഞത് നമ്മള്? ഗ്രേറ്റർ ദാൻ ആണോ സ്മോളർ ദാൻ ആണോ? Greater than. Greater than. Then this is Smaller than. smaller than. Then this is Equal to. very good. Equal to. I'll give you an example. So you can read it. Okay. Which number is this? 12. 12. Then this symbol is Greater. 12 greater than. greater than. 10. 12 greater than 10. Very good. 12 greater than 10. Good girl. Good girl. Then next one more example for you. This is smaller than 6. Three smaller than 6. Yes. 3 smaller than. Than 6. Yes, yes. Very good, very good. 3 3 6 ചെറിയ നമ്പർ അല്ലേ? Yes. Yes, yes. Very good. നമുക്ക് മനസ്സിലായില്ലേ? ഗ്രേറ്റർ ദാൻ സ്മോളർ ദാൻ എങ്ങനെയാ വരുന്നത് മനസ്സിലായില്ലേ? ഒന്നുകൂടി പറഞ്ഞു. Yes. വേണ്ടതാ? വേണ്ട. Then who is here? അന്നല് ഞാൻ ഇതുവരെ ക്ലാസ്സിലൊന്നും വിളിച്ചിട്ടില്ല, ഇതുവരെ ഒരു വർക്ക് ചെയ്യാണ്. അന്ന ചെറീന ഇവ അച്ഛനല്ല മോളെ?
ഇവ അൺമ്യൂട്ട് ചെയ്ത് ഇവ ഇഷ മെഹറിൻ ഇഷ മെഹറിൻ ഇഷ മെഹറിൻ ഇഷ മെഹറിൻ എന്താ മിസ് ഓക്കെ വീഡിയോ ഓൺ ചെയ്തടാ വീഡിയോ ഓൺ ചെയ്ത ഇഷ ഓൺ ചെയ്ത് ഓൺ ചെയ്തോ ഇഷ ഇതേത് സിമ്പിളാന്ന് പറഞ്ഞത് ആ ഏതാ സിമ്പിള് greater than യെസ് ഇതേതാ സിമ്പിള് smaller than യെസ് എക്സാമ്പിൾ തരട്ടെ ആ ഓക്കെ നമ്പർ വായിച്ചോ ഏതാ നമ്പർ എന്ന് വായിച്ചോ 14 14 smaller than smaller than 19 19 14 smaller than 19 ഈ 19-നേക്കാളും ചെറിയ നമ്പർ ആണല്ലേ അല്ലേ ആ then നെക്സ്റ്റ് ഒരു വർക്കും കൂടി തരാം ഇഷ വായിച്ചോ നമ്പർ വായിച്ചോട്ടാ പഠിച്ചതേ മോനെ 20 ഒരു മിനിറ്റ് ഇഷ 20 greater than 1 18 yes കൂട്ടി വായിച്ചേ 20 greater than 18 yes very good 20 18-നേക്കാളും വലിയ നമ്പർ ആണല്ലേ ഓക്കെ അപ്പൊ ഇഷാക്ക് മനസ്സിലായി എന്താണ് ഗ്രേറ്റർ ദാൻ എന്താണ് സ്മോളർ ദാൻ ഇഷാക്ക് മനസ്സിലായി അല്ലേ ഓക്കെ വെരി ഗുഡ് മ്യൂട്ട് ചെയ്തോ എന്താടാ ടോയ്ലറ്റിൽ പോയിട്ടേ ടോയ്ലറ്റിൽ പോണേ okay now I think time on 3:10 സമയം shall we conclude ബാക്കിയുള്ള ആൾക്കാരോട് നാളെ ചോദിക്കാണ്ട ക്വസ്റ്റ്യൻസ് മനസ്സിലാവാത്ത മക്കൾക്കെല്ലാം നാളെ പറഞ്ഞുതരാം ഷേസാനെ സമയമായി 3:10 സമയം നമ്മ 1 മണിക്കൂറായി ഇരിക്കാൻ തുടങ്ങിയിട്ട് നാളെ പറയിപ്പിക്കാട്ടോ എന്തെങ്കിലും ഇപ്പൊ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാ മിസ്സേ പറഞ്ഞോ എന്റെ ബുക്കുണ്ടാ ആ കണ്ടു ഞാൻ 18 വരെ എഴുതി ഓക്കേടാ ഗുഡ് ബൈ ആരാധന ചെയ്തിട്ടുണ്ട് സോ see you Monday. മിസ്
zero.